പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. ആന എപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, ഈ ആന അവിടുന്ന് മാറിയിട്ടുണ്ടോ? മൃതദേഹം അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്? അഖില, നിലവിൽ ആന സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. വീടിന്റെ പ്രദേശത്ത് നിന്ന് ആന പോയിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും കുറച്ച് അകലേക്ക് പോയി എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പ്രദേശത്തേക്ക് ആളുകൾ ഉൾപ്പെടെ എത്തിത്തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. DFI ഉൾപ്പെടെയുള്ളവരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹം ഇതുവരെ മാറ്റിയിട്ടില്ല. അത് നാട്ടുകാർ ഉൾപ്പെടെ അതിന് സമ്മതിക്കുന്നില്ല. കാരണം നിരന്തരമായി കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ ആവശ്യം. ജില്ലാ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മൃതദേഹം മാറ്റേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ നാട്ടുകാർ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ട് ശേഷം മാത്രമേ മൃതദേഹം മാറ്റാൻ സമ്മതിക്കൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഏതാണെങ്കിലും വലിയ തരത്തിൽ സങ്കടകരമായ വാർത്തയാണ്. പ്രത്യേകിച്ചും വീടിൻ്റെ മുറ്റത്ത്, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ള സാഹചര്യം വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. പാലക്കാട് നിരന്തരം കാട്ടാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ലാത്ത സാഹചര്യമാണുള്ളത്. അതിന് തുടർച്ചയിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിക്കുന്നത്. കുമാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3:30 രാവിലെ 3:30 ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. RRT സംഘം ഇന്നലെ രാത്രി കാട്ടിലേക്ക് തുരത്തി ആനയാണ് വീണ്ടും തിരിച്ചെത്തി ആക്രമണം നടത്തുന്നത്. പിന്നീട് ആ മേഖലയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഒരു ജനവാസ മേഖലയാണ്, വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയാണ്. അവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് തങ്ങൾക്കുള്ളതെന്നുള്ളതാണ്. കഴിഞ്ഞ ഏപ്രിലും ഇത്തരത്തിൽ ഇവിടെ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് 23 വയസ്സുകാരനായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ ഇന്ന് 61 വയസ്സുള്ള ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കുന്ന കൂലിപ്പണിക്കാരനായ കൃഷിപ്പണിക്കാരനായ ഒരു മനുഷ്യന് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2 മക്കളാണുള്ളത്. അത്തരത്തിൽ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ദയനീയമായ സാഹചര്യത്തിൽ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അത്തരം ഒരു മനുഷ്യനെയാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണെങ്കിലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ ഉണ്ടാകുക. നിലവിൽ ഏതാണെങ്കിലും സങ്കടകരമായ ഒരു വാർത്ത. ഒരു പ്രഭാതം എങ്ങനെ ആരംഭിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെയാണ് ആ വീടിനും ആ നാട്ടുകാർക്കുമെല്ലാം ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വേദനാജനകമായ വാർത്തയാണ് അഖില. അതെ അജിത്ത്, വേദനാജനകമായ വാർത്ത തന്നെയാണ്. മുണ്ടൂരിൽ ഇത് ആദ്യമായല്ല ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്നത്. 2 മാസത്തെ ഇടവേളയിൽ 2ാം തവണയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഉറപ്പായും അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം അത്തരത്തിൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ബന്ധു വീട്ടിൽ പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. അമ്മയും മകനുമായി ഒരുമിച്ച് നടന്നു വരുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് കാട്ടാന ആക്രമിച്ച് അലൻ ജോസഫ് എന്ന് പറയുന്ന 23-കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അമ്മയ്ക്കും ഒന്ന് ഗുരുതരമായി പരുക്കേൽക്കുന്ന അമ്മ വിജിക്കും ഇത്തരത്തിൽ ഗുരുതരമായി പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നാട്ടുകാരൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രദേശത്ത് അന്ന് തുടർ നടപടികളടക്കം സ്വീകരിക്കണം, ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ ഈ വിഷയം പരിഹരിക്കപ്പെടാതെ തുടരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നൊരു വിശദീകരണം, അവരുടെ ഭാഗത്തുനിന്ന് ആനയെ തുരത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവം നടന്ന ആനയെ തന്നെ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് എത്താറുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഈ ആന എത്തുന്നത്. ആനയെ വളരെ പണിപ്പെട്ടാണ് വനത്തിലേക്ക് ഇന്നലെ കയറ്റിവിട്ടത്. പക്ഷേ പിന്നീട് ആന തിരിച്ചിറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന് എന്താണ് ശാശ്വതമായ ഒരു പരിഹാരമെന്ന് അറിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറയുന്നത്. നിലവിൽ ഏതാണെങ്കിലും വളരെ വേദനാജനകമായ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് എവിടെയാണെങ്കിലും, ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിൻ്റെ ആകെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മനുഷ്യൻ, വളരെ സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, കർഷകനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ വലിയ തരത്തിൽ വേദന ഉണ്ടാക്കുന്നതാണ്. നിലവിൽ ഈ മൃതദേഹം അവിടുന്ന് മാറ്റിയിട്ടില്ല. നാട്ടുകാരുൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയതിന് ശേഷം മാത്രമേ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റാൻ സമ്മതിക്കൂ എന്ന നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അജിത്ത്, ഈ മുണ്ടൂരിൽ ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്ന ഈ പ്രദേശം എങ്ങനെയാണ്? എത്രത്തോളം ജനവാസ കേന്ദ്രമാണ്? എത്രത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് ഈ മേഖലയിൽ?
വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. പക്ഷേ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണെങ്കിലും ധാരാളം വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. മാത്രമല്ല പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃഷിപ്പണിക്ക് പോകുന്ന ആളുകളാണ് നിലവിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുൾപ്പെടെ നേരത്തെ തൊട്ട് തന്നെ പറയുന്നത് തങ്ങൾക്ക് കൃഷിപ്പണിക്ക് പോകാൻ പോലും പല തോട്ടങ്ങളിലേക്കും കഴിയുന്ന സാഹചര്യമില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അവർ പറയുന്നത്. കാരണം അത്തരത്തിൽ അവിടെ എല്ലാ തരത്തിലും കാട്ടാനകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വന്യമൃഗ ശല്യം ഉണ്ടാകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരമായി പരാതി ഉയരുന്ന ഒരു സ്ഥലമാണ്. വനത്തോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഈ നാട്ടുകാരുൾപ്പെടെ ഇതൊരു ജനവാസ മേഖലയാണ്. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണെങ്കിലും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സ്ഥലം ഉൾപ്പെടെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ഇവിടെ ഉപജീവന മാർഗമൊക്കെ പ്രധാനമായും നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ മേഖലയിൽ ആനയുടെ ശല്യം രൂക്ഷമാണെന്നുള്ള പരാതി ഉയരാൻ തുടങ്ങിയിട്ട് നാൾ ഒരുപാടായി. പക്ഷെ അതിന് എങ്ങനെയാണൊരു പൂർണ്ണമായ പരിഹാരം എന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നത്. ഇത് ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ളതാണ് മുണ്ടൂരുകാർ പറയുന്നത്. അവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ചും തങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് വില കൽപ്പിക്കാത്തപ്പെടാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിന് എത്ര സംഭവം നടന്നാലും പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ തുടരുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആനയെ ഒരു പ്രശ്നമുണ്ടായി ആന ഇറങ്ങി വരുമ്പോൾ ആറാട്ടി സംഘം എത്തി കാട്ടിലേക്ക് തുരത്തുന്നത് അതൊരു പരിഹാരമേ അല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ആ ആന വീണ്ടും ഇറങ്ങി വരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. മാത്രമല്ല ഇവിടേക്ക് ഇന്ന് ഇപ്പോൾ കൂടുതൽ നേതാക്കളും അതുപോലെ തന്നെ ജനങ്ങളും ഉൾപ്പെടെ എത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെയും ആന കുറേയധികം സമയം ആ പ്രദേശത്ത് തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നീട് ആ പ്രദേശത്ത് നിന്ന് മാറി കാട്ടിലേക്ക് കയറാതെ മറ്റൊരു സ്ഥലത്ത് നിന്നു. അവിടെ നിന്ന് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി വരുന്നു. ഞായർക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നുണ്ടെന്നാണ് അറിയുന്നത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.